കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 23. രചന ശാലിനി ഇ.എ. തൻ്റെ മുന്നിലിരുന്ന് കരയുന്നവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ കാർത്തി ആ നിമിഷം വല്ലാതെ കൊതിച്ചുപോയി. നദിക്ക് പാടാൻ അറിയാമോ? ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട് താൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയാമായിരുന്നിട്ടും അവൻ അങ്ങനെ തന്നെ ചോദിച്ചു. കുറച്ച്. അവൾ പതിയെ പറഞ്ഞു. എങ്കിൽ എനിക്ക് വേണ്ടി രണ്ടുപേരി പാടാമോ? യാചനയുടെ സ്വരം പോലെ തോന്നിയതും നദി മിഴികളുയർത്തി കാർത്തിയെ നോക്കി. 2 വരി മതി. അവൾ പതിയെ തലയാട്ടി, പിന്നെ പതിയെ മൂടി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ എന്നും നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മൾ ഒന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരും നേരം നിന്നിൽ. പാടി നിർത്തിയതും അവന്റെ സ്വരമാണ് ഉയർന്നത്. ഒരു ഞെട്ടലിൽ നദി അവന്റെ മുഖത്തേക്ക് നോക്കി. കണ്ടിന്യൂ ചെയ്തോളാൻ കാർത്തി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരും നേരം നിന്നിൽ, മോഹങ്ങൾ മഞ്ഞായി വീഴും നേരം കേൾക്കുന്നു നിൻ ഹൃദയത്തിൻ അതേ നാദം എന്നിൽ. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ എന്നും നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മൾ ഒന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ തമ്മിൽ ചൊല്ലാതെ വിങ്ങും ഓരോ വാക്കും കണ്ണിൽ. തമ്മിൽ ചൊല്ലാതെ വിങ്ങും ഓരോ വാക്കും കണ്ണിൽ. നിർത്താതെ പൊള്ളും ഓരോ നോക്കും ഇടയുന്നു, നാം ഒഴുകുന്നു നീർത്തീർക്കും ദ്വീപിൽ. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മൾ ഒന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ. ആ ഗാനാമൃതത്തിൽ ആ സ്വരമാതിരി ലയിച്ചിരിക്കുകയാണ് കാർത്തി. എത്ര മനോഹരമായാണ് നദി പാടിയത്. ആരാ സംഗീതം പഠിപ്പിച്ചത്? അറിയാമായിരുന്നിട്ടും വെറുതെ ഒരു ചോദ്യം. അമ്മ. സിനിമയിൽ പാടാൻ ഒരു ചാൻസ് തരട്ടെ, പാടുമോ? ഒരു പിടിച്ചിലൂടെ നദി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ വേണ്ടെന്ന് തല വിലങ്ങനെയാട്ടി. എന്തേ? എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. സിനിമ ഫീൽഡ് ചീത്തയാണെന്ന് അമ്മ എപ്പോഴും പറയും. എനിക്കൊരു ഓഫറുമായി മഹാദേവൻ മാസ്റ്റർ അമ്മയെ കാണാൻ വന്നിരുന്നു. അമ്മയ്ക്ക് സമ്മതമില്ലെന്ന് ആ നിമിഷത്തിൽ തളർന്നു പറഞ്ഞു. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറയുമ്പോൾ കാർത്തി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നദി സംഗീതത്തെ സ്നേഹിക്കുന്നില്ലേ? അവന്റെ ചോദ്യം അവളുടെ മുഖത്ത് ഒരു ഞെട്ടൽ പടർത്തിയത് അവൻ അറിഞ്ഞു. സംഗീതം എൻ്റെ ജീവാശ്വാസമാണ്. വേദനകൾ മറക്കാനുള്ള ഉപാധിയാണ് എനിക്ക് സംഗീതം. 2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഞാൻ ജീവിക്കും. സംഗീതത്തെ മറന്നുകൊണ്ട് എനിക്കൊരു നായിക പോലും പിന്നിടാൻ കഴിയില്ല. വിറയാർന്ന സ്വരത്തിൽ അവൾ അത് പറഞ്ഞത്. സംഗീതം എന്നത് അടച്ചുപൂട്ടി വയ്ക്കാനുള്ളതല്ലോ മോളെ, തൊണ്ട തുറന്ന് പാടാനുള്ളതാണ്. നമ്മൾ പാടുന്ന ഓരോ വരിയും കേൾക്കുന്നവരുടെ കർണപുടത്തിന് ഇമ്പമുണ്ടാകുമെങ്കിൽ അത് അവരുടെ മനസ്സിന് നൽകുന്ന സന്തോഷം എത്രയായിരിക്കുമെന്ന് നിനക്ക് അറിയാൻ കഴിയുമോ? സംഗീതം ആസ്വദിക്കാനുള്ളതാണ്, കേട്ടിട്ടില്ലേ? രോഗമുക്തി നേടിക്കൊടുക്കാൻ മാത്രം കഴിവുള്ളതാണ് സംഗീതമെന്ന്. അവൻ പറയുന്നതെല്ലാം ശരിയെന്ന അർത്ഥത്തിൽ അവൾ മുഖം ചലിപ്പിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇപ്പോഴത്തെ വിഷമങ്ങളെല്ലാം നീങ്ങിപ്പോകും. മറവി എന്നത് ദൈവ മനുഷ്യന് കൊടുത്ത വരദാനമാണ് മോളെ.
മറക്കാൻ കഴിയില്ല എന്ന് കരുതിയതെല്ലാം ഒരു നാൾ നാം അറിവിലേക്ക് വിട്ടുകൊടുക്കും. മനസ്സ് ശരിയായി സ്വന്തം കാലിൽ നിൽക്കണം എന്ന് നമുക്ക് തോന്നുമ്പോൾ എന്നോട് പറയുക, സംഗീതത്തിന്റെ ലോകത്ത് നിനക്ക് നല്ലൊരു ഭാവിയുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അവസരങ്ങൾ ഒരിക്കലും നമ്മെ തേടി വരാറില്ല, നാം അവസരത്തെ തേടി പോകുക എന്നാണ് സാധാരണ പറയുക. ഇവിടെ അവസരം നദിയെ തേടി വരികയാണ്. അതിനു മുൻപ് ഒരിക്കലും മുഖം തിരിക്കരുത്. കൂട്ടിന് ആരുമില്ലല്ലോ എന്ന് കരുതി വിഷമിക്കരുത്. ഞാൻ ഉണ്ടാവും കൂടെ. ചില്ലു കാണുന്നത് പോലെ നദിക്കും എന്നെ ഏട്ടനായി കാണാം. കാർത്തിയുടെ അവസാന വാക്കുകൾ നദിയുടെ മെഴികളിൽ മേനീർ കണങ്ങൾ നിറച്ചു. സംഗീതത്തെക്കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാം. ഇപ്പോൾ എനിക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയണം. ഞാൻ മൂലം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ ഞാനൊരു ബാധ്യതയാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലി തരാമോ? ജീവിതത്തെക്കുറിച്ച് എത്ര വ്യക്തമായ കാഴ്ചപ്പാടാണ് അവൾക്കുള്ളതെന്ന് കാർത്തി ഒരു നിമിഷം ചിന്തിച്ചുപോയി. മോളിപ്പോ പഠിക്കുകയല്ലേ? ഇനി പഠനം തുടരാൻ ആഗ്രഹിക്കുന്നില്ലേ? 2 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ PG കംപ്ലീറ്റ് ആകും. പിന്നീട് പഠിക്കാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു ജോലി വേണം. അവളുടെ വാക്കുകൾക്ക് നല്ല ദൃഢത ഉണ്ടായിരുന്നു. ഞാൻ അങ്കിളിനോട് പറയാം. ചില്ലുവിൻ്റെ അച്ഛനാണ് കമ്പനിയിലെ മാനേജർ. അദ്ദേഹവുമായി ഞാൻ ഇക്കാര്യമൊന്ന് സംസാരിക്കട്ടെ. അതിനുശേഷം അദ്ദേഹം മോളോട് സംസാരിക്കും. എന്തായാലും 1 മാസം മുന്നിലുണ്ടല്ലോ. എല്ലാവരും താഴോട്ട് വരും. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ശങ്കരേട്ടന്റെ സ്വരം അവരുടെ സംസാരത്തിന് വിരാമമിട്ടു. എല്ലാവരും താഴേക്കിറങ്ങി വരുമ്പോൾ ഡൈനിങ് ടേബിളിനരികിൽ രേണുക ഇരിക്കുന്നതായിരുന്നു. അവരുടെ മിഴികൾ കാർത്തിയിലേക്കും നദിയിലേക്കും മാറി മാറി സഞ്ചരിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞു കാർത്തി അധികമൊന്നും അവിടെ ഇരുന്നില്ല. തിരിച്ചുള്ള യാത്രയിൽ അവന്റെ മനസ്സിന് കുറച്ചൊരു സമാധാനം കൈവന്നിരുന്നു. അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ ജീവിതം സേഫാക്കി കൊടുക്കണമെന്ന് കാർത്തി ആ നിമിഷം ചിന്തിച്ചു. രാത്രിയിൽ സത്യപ്രതാപൻ മുറിയിലേക്ക് വരുമ്പോൾ രേണുക കിടക്കുകയായിരുന്നു. ഈ നേരത്തൊരു കിടത്തം പതിവില്ലാത്തതാണല്ലോ, എന്തു പറ്റി? അയാളുടെ സ്വരം കേട്ടതും രേണുക കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എന്തോ മനസ്സിന് വല്ലാത്തൊരു വിങ്ങൽ. കുറച്ചു നേരം കിടന്നാൽ മാറുമെന്ന് തോന്നി. അവരുടെ വാക്കുകൾ മനസ്സിലാകാത്തതുപോലെ അയാൾ നെറ്റിയൊന്ന് ചുളിച്ചു. പ്രതാപേട്ടാ, ഇന്നിവിടെ കാർത്തി വന്നിരുന്നു. കാർത്തിയെയും നദിയെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ യാമിയെ ഓർത്തുപോയി. അവൾ പ്രസവിച്ച 2 മക്കൾ. പരസ്പരം തിരിച്ചറിയാതെ അന്യവ്യക്തികളെ പോലെ ഞാൻ അവരെ ബദ്രിയും ചില്ലുവുമായി സങ്കല്പിച്ചു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല പ്രതാപേട്ട. സഹിച്ചല്ലേ പറ്റൂ. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു പോയില്ലേ. വന്നതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല രേണു. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഇനി ചിന്തിക്കുക. സത്യപ്രതാപ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് രേണുവിനും അറിയാം. കുട്ടികൾ മുകളിലല്ലേ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അയാൾ അതും പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ചിലങ്ക ബെഡിൽ കിടന്നുകൊണ്ട് മൊബൈലിൽ എന്തൊക്കെയോ റീൽസ് കാണുകയാണ്. നദി ജനലൈകളിൽ മുഖം ചേർത്ത് വെച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആരുടെയോ മുരളനക്കം കേട്ടുകൊണ്ടാണ് ചിലങ്ക ഫോണിൽ നിന്നും തലയുയർത്തി നോക്കുന്നത്. പെട്ടെന്ന് റൂമിൽ അച്ഛനെ കണ്ടതും അവൾ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അച്ഛൻ എപ്പോ വന്നു? ഞാനിതാ ഇപ്പോ കയറിയതേ ഉള്ളൂ. നിനക്കെന്നാ ക്ലാസ് തുടങ്ങുന്നത്? അടുത്ത ആഴ്ച തുടങ്ങും. ഞാൻ സൺഡേ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും. റൂമിൽ ആരുടെയോ സംസാരം കേട്ടതും നദി തിരിഞ്ഞു നോക്കി. അയാളും ആ നിമിഷമാണ് അവളെ നോക്കിയത്. മോൾ ഇങ്ങോട്ട് വരൂ, ഞാൻ ചോദിക്കട്ടെ. നദി അയാൾക്കരികിലേക്ക് ചെന്നു.
ഇരിക്കെ. അവളെ ബെഡിലേക്ക് ഇരുത്തിയിട്ട് അയാളും അരികിലിരുന്നു. ഇന്ന് കാർത്തി ഇവിടെ വന്നിരുന്നില്ലേ? നദി തലയാട്ടി. അവൻ എന്നെ ഇന്ന് ക്യാബിനിലേക്ക് വിളിപ്പിച്ചിരുന്നു. മോൾ അവനോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. എങ്കിൽ അതെനിക്ക് പാടാൻ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ജോലി തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന അങ്കിളിനോട് പോലും പറയാതെ ഇന്ന് ആദ്യമായി കണ്ട ഒരാളോട് ജോലിക്കാര്യം പറഞ്ഞു എന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവുമായിരുന്ന വിഷമം അതോർത്തപ്പോൾ നദി വല്ലാതെയായി. നദിയുടെ സംസാരവും പരുങ്ങലും കണ്ടപ്പോൾ അവൾ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് അയാൾക്ക് വ്യക്തമായി. ആരോട് പറഞ്ഞു എന്നതല്ലല്ലോ മോളെ കാര്യം. മോൾക്കൊരു ജോലി വേണമെന്ന് തോന്നിയാൽ ചിന്തിക്കാൻ ഇവിടെ പ്രധാനം അവനോട് പറഞ്ഞാലും എന്നോട് പറഞ്ഞാലും ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അറിയണം. അതുകൊണ്ടാണ് അവൻ ഇന്ന് നിന്റെ ജോലിക്കാര്യം എന്നോട് സംസാരിച്ചത്. എന്തായാലും 2 മാസത്തെ സമയമുണ്ടല്ലോ. മോള് നന്നായി പഠിക്കുക, നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതി വിജയിച്ചു വാ. അതിനുശേഷം നമുക്ക് ജോലിയെക്കുറിച്ച് തീരുമാനിക്കാം. മോൾ എന്നു മുതൽക്കാണ് ഇനി കോളേജിൽ പോകുന്നത്? സത്യപ്രതാപ് അങ്ങനെ ചോദിച്ചതും അവൾ അയാളുടെ കൈകളിലൊന്ന് തൊട്ടു. എനിക്ക് ആ കോളേജിൽ ഇനി പോകേണ്ട. കോളേജിൽ പോകേണ്ടെന്നോ? കോളേജിൽ പോകാതെ എങ്ങനെ പഠനം തുടരും? എല്ലാം കേട്ടിരുന്ന ചിലങ്കയുടേതാണ് ചോദ്യം. എനിക്കിവിടെ അടുത്തെവിടെയെങ്കിലും ചേർന്നാൽ മതി. പ്രൈവറ്റ് ആയാലും കുഴപ്പമില്ല. കാലത്ത് മുതൽ ഉച്ചവരെയുള്ള ക്ലാസ് ആണെങ്കിൽ സൗകര്യമായി. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കമ്പനിയിൽ ജോലിയും തന്നാൽ ഞാനത് ആത്മാർത്ഥതയോടെ ചെയ്തോളാം എങ്കിൽ. അല്ലാതെ പഠനത്തിൽ മാത്രമായി ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കണം എങ്കിൽ തീർച്ചയായും ഒരു ജോലി അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന ചിന്ത പോലും എൻ്റെ പഠനം തന്നെ തുടരാൻ എനിക്ക് കഴിയാതെ വരും. അവളുടെ മനസ്സിലെ ചിന്തകൾ പോകുന്ന വഴി അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മോളെ, നിന്നെ ഞാൻ സ്വീകരിച്ചത് എൻ്റെ സ്വന്തം മകളായി അംഗീകരിച്ചും കൊണ്ടാണ്. എന്നാൽ നിന്റെ മനസ്സിൽ ഞങ്ങൾക്ക് അതുപോലൊരു സ്ഥാനം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഈ അപകർഷതാബോധം വന്നിരിക്കുന്നത്. അന്യരായ ഞങ്ങളെ വല്ലാതെ ആശ്രയിക്കുന്നത് തെറ്റാണെന്നൊരു ചിന്ത നിന്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നു. സാരമില്ല, അങ്കിൾ നാളെ തന്നെ വേണ്ടത് ചെയ്യാം. ഒരു നേരം മാത്രം ക്ലാസ്സുള്ള കോളേജ് ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ. അങ്ങനെ ഒരു കോളേജ് ഉണ്ടായാൽ തന്നെ നീ പഠിക്കുന്ന വിഷയവും അതിൽ വേണ്ടേ? എന്തായാലും ഒരാഴ്ചത്തെ സമയം എനിക്കിതാ. രണ്ടുപേരും ഭക്ഷണം കഴിച്ചതല്ലേ, കിടന്നോളൂ. അയാൾ അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നദി ചമ്രം പിണഞ്ഞ് തല കൈകളിൽ താങ്ങി ചിന്തയിലിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.